ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യത്താൽ, കരുണയാൽ നമ്മളുടെ ആയുസ്സിലേക്ക് ഒരു റമദാൻ നൽകുകയും ആ റമദാനിൻ്റെ 2/3 നോമ്പനുഷ്ഠിച്ചുകൊണ്ടും സൽക്കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടും കഴിച്ചുകൂട്ടാൻ അല്ലാഹുതആല നമുക്ക് അവസരം നൽകി. അല്ലാഹുതആല എല്ലാം കബൂലാക്കുമാറാകട്ടെ. ആയുസ്സിൽ ഒരു റമദാനും കൂടിയും കിട്ടുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. പ്രത്യേകിച്ച് റമദാനിൻ്റെ 2 പത്തുകളും കഴിഞ്ഞു കടന്നു. 3-ാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 2 പത്തുകളിലായിട്ട് നമ്മൾ കൂടുതലായി അള്ളാഹുവിനോട് അവൻ്റെ കരുണയെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതേപോലെ നമ്മൾ വന്നുപോയ വീഴ്ചകളും പോരായ്മകളൊക്കെ മാപ്പാക്കി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാതെയും മഗ്ഫിറത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയുണ്ടായി. ജീവിതത്തിൽ ഒരു റമദാൻ കിട്ടുമ്പോൾ നമ്മുടെ നന്മയുടെ ഏടുകളിൽ വീണ്ടും നന്മകളുടെ കൂമ്പാരങ്ങൾ വരാനും സ്വർഗത്തിലെ നമ്മളുടെ പദവികൾ ഒന്നും കൂടി ഉയരാനും കാരണമാകും. നമ്മൾ റമദാൻ്റെ തുടക്കത്തിലൊക്കെ കേട്ടിട്ടുണ്ടാകും, 2 സഹോദരങ്ങൾ, ഒരാൾ നേരത്തെ ഷഹീദായി, അദ്ദേഹത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ട് മരണപ്പെട്ട സഹാബി, അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് നേരത്തെ പ്രവേശിപ്പിക്കപ്പെടുന്നതായി തൻ്റെ കൂട്ടുകാരനായ സഹാബി കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അത്ഭുതത്തോടെ ഇത് പങ്കുവച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇതിൽ എന്ത് അത്ഭുതപ്പെടാനിരിക്കുന്നു എന്ന നിലയിൽ അവരോട് പറയുന്നുണ്ട്, ഷഹീദിന് ശേഷം 1 വർഷക്കാലം ജീവിച്ച ഈ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ആയുസ്സിലൊരു റമദാൻ കിട്ടിയിട്ടില്ലേ? ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരായുസ്സിൽ ഒരു റമദാൻ കിട്ടുക എന്നുള്ളത് നമ്മളുടെ ആഖിറത്തിലെ വിജയത്തിനോടൊപ്പം നമ്മളുടെ പദവിയും കൂടി ഉയരാൻ കാരണമാകുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ റമദാൻ എത്തുന്നതിന് എത്രയോ മുമ്പ് തന്നെ റജബ് മാസത്തിൽ ചുരുങ്ങിയത് നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ. റജബിലും ഷഅബാനിലും ഐശ്വര്യം നൽകുകയും റമദാനിലേക്ക് ഞങ്ങളെ എത്തിച്ചേർക്കുകയും ചെയ്യണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തത്. ബഹുമാനപ്പെട്ട അഅ്താ റഹിമഹുല്ല പറയുന്നുണ്ട്, 6 മാസം മുന്നേ മുൻഗാമികളായ മഹത്തുക്കൾ റമദാൻ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആയിരക്കുമായിരുന്നു. റമദാൻ കിട്ടാൻ വേണ്ടിയിട്ട്, റമദാൻ വരെ ആരോഗ്യത്തോടെ എത്താൻ വേണ്ടിയിട്ട്. 6 മാസം കഴിഞ്ഞാൽ റമദാൻ കിട്ടി. അതിനുശേഷമുള്ള പിന്നീടുള്ള 6 മാസം അവർ റമദാനിൽ അനുഷ്ഠിച്ച എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമാകാൻ വേണ്ടി പിന്നീടുള്ള ദുആ അതിനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ അമലുകളൊക്കെ കബൂലാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരെ, റമദാനിൻ്റെ അവസാനത്തെ 10ലാണ് നമ്മളുള്ളത്. ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ, അവർ ആഗ്രഹിക്കുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു റജബ് റഹിമഹുല്ലാ പറയുന്നുണ്ട്, അൽ മുഹിബ്ബൂന തത്തൂലു അലൈഹിമുൽ ലയാലി ഫയഉദ്ദൂനഹാ അദ്ദ ലിഇൻതിളാരി ലയാലിൽ അശ്രി മിൻ റമദാന ഫി കുല്ലി ആമിൻ. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്ക് അറബ് മാസപ്രകാരമാണെങ്കിൽ 355 ദിവസങ്ങളിൽ നിന്നും 345 രാവുകൾ അവർ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ, ആ ഓരോ രാവുകളിലും അവർ ആഗ്രഹിക്കുന്നത് റമദാനിൻ്റെ അവസാനത്തെ 10 രാവുകൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. ഫയഉദ്ദൂനഹ അദ്ദൻ, മുമ്പത്തെ റമദാനിൻ്റെ മുമ്പുള്ള എല്ലാ രാവുകളിലും അതിനെങ്ങനെ എണ്ണി നോക്കുമായിരുന്നു. ഇനി എത്ര നാളുകളുണ്ട് റമദാനിൻ്റെ അവസാനത്തെ 10 കിട്ടാൻ, എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ട്. ആ രാവുകൾ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന
ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന റമദാൻ അല്ലാത്ത മറ്റു രാവുകൾ, റമദാനിലെ അവസാനത്തെ 10 അല്ലാത്ത മറ്റു രാവുകൾ, റമദാനിൻ്റെ മുന്നോടിയായിട്ട് വരുന്ന മാസങ്ങളിലൊക്കെ ഉള്ള രാവുകൾ, ഈ രാവുകളൊക്കെ അവർക്ക് ദീർഘമായതുപോലെ അനുഭവപ്പെടുകയാണ്. നമുക്കുണ്ടല്ലോ ഒരു കാര്യം പെട്ടെന്ന് നടപ്പിലാക്കാനുണ്ടാകും, പക്ഷേ ആ സമയം കണ്ടായി കിട്ടാത്തതുപോലെ തോന്നും. ഇപ്പോൾ നോമ്പറക്കാനുള്ളതുപോലെ അസറിന് ശേഷം സാധാരണ നോമ്പല്ലാത്ത മാസങ്ങളിൽ എത്ര പെട്ടെന്നാണ് മഗ്‌രിബ് ആകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. സമയം അതിൻ്റെ സൂചി അതിൻ്റെ സഞ്ചാരം സാധാരണ രീതിയിൽ തന്നെയാണ് റമദാൻ അല്ലാത്ത സന്ദർഭത്തിലൊക്കെ നടക്കുന്നത്. പക്ഷേ റമദാൻ ആകുമ്പോൾ നമ്മൾ നോമ്പനുഷ്ഠിച്ച് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നവരാണെങ്കിൽ സമയം ഇങ്ങോട്ട് ആകാത്തതുപോലെ മഗ്‌രിബിന് ബാങ്ക് കൊടുക്കാൻ ഇതുവരെ ടൈമായിട്ടില്ലേ എന്ന് നോക്കിക്കാണുന്ന നമ്മൾ, ഇതേപോലെയായിരുന്നു അവർക്ക് റമദാനിലെ അവസാനത്തെ 10 രാവുകളെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള രാവുകളിലെ അവർ എണ്ണിക്കണക്കാക്കുമ്പോൾ അത് ദീർഘമായതുപോലെ അവർക്ക് അനുഭവപ്പെടും. ഫഇദാ ളഫിറു ബിഹ, പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർക്കെങ്ങാനും ഈ 10 രാവുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത ആനന്ദമാണ് അവർക്ക്. നാലോ മത്ലൂബഹും വഖദമു മഹ്ബൂബഹും, അവർക്ക് അവരുടെ ലക്ഷ്യം കരസ്ഥമാക്കിയ സന്തോഷം. കാരണം അവരുടെ ലക്ഷ്യമായിരുന്നു അവരുടെ ഈ ആയുസ്സിൽ റമദാന് കിട്ടണം, അതിനോടൊപ്പം റമദാനിൽ അവസാനത്തെ 10 രാവുകളെ ഇബാദത്ത് കൊണ്ട് സജീവമാക്കണം എന്നുള്ളത്. അതവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാലു മത്ലൂബഹും, അവർ അവരുടെ ലക്ഷ്യം കരസ്ഥമാക്കിയ സന്തോഷത്തിലാണ്. വാ ഖദമു മഹ്ബൂബഹും, അവരുടെ പ്രിയതമനായ അവരുടെ ഏറ്റവും പ്രിയങ്കരനായ അള്ളാഹുവിനെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ, അവൻ്റെ അടിമകളായി പൂർണ്ണമായിട്ടും സേവനമനുഷ്ഠിച്ചതിൻ്റെ പേരിൽ അവർ വല്ലാതെ സന്തോഷിക്കുമായിരുന്നു. മുൻഗാമികളെക്കുറിച്ച് ഇബ്നു റജബ് റഹിമഹുല്ല പറഞ്ഞതാണ്, അവർ കാത്തിരുന്നു ഈ രാവുകൾ. ഇപ്പോൾ നമ്മൾ എല്ലാവരും അള്ളാഹുവിൻ്റെ മസ്ജിദിൽ അവസാനത്തെ 10 രാവുകൾ കിട്ടാൻ വേണ്ടി, അതിൽ പരിശ്രമിക്കാൻ വേണ്ടി മാനസികമായി തയ്യാറെടുത്തതുപോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രാവുകൾ വരുമ്പോൾ പ്രത്യേകമായ ആവേശത്തോടെ ഉണർന്ന് എഴുന്നേൽക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ, റമദാനിലെ അവസാനത്തെ 10 ആയിക്കഴിഞ്ഞാൽ ഷദ്ദ മിഅ്സറഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അരമുണ്ടൊക്കെ മുറുക്കിയെടുക്കും. എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ബന്ധത്തിലേക്ക് പോകില്ല, ഇബാദത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് സജ്ജമായി നിൽക്കുന്നത് പോലെ ആയിരിക്കും. വ അഹ്യാ ലൈലഹു, നബിയുടെ രാത്രി മുഴുവനും പിന്നെ ഇബാദത്താണ്, ദീർഘമായ ഖുർആനിൻ്റെ പാരായണത്തോടെയുള്ള നമസ്കാരമാണ്. വ അഹ്യാ ലൈലഹു, രാത്രി മുഴുവനും ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കലായിരുന്നു. നബിയുടെ ആ ദീർഘമായ നമസ്കാരത്തെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബാക്കൾ പറയുന്നുണ്ട്, സൂറത്തുൽ ബഖറ ദീർഘമായ ആ ഒരു റക്അത്തിൽ ഓതി, അത്ര തന്നെ റുക്കോയെന്നൊക്കെ ദീർഘമായ നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിച്ചുകൊണ്ടോ ആയിരുന്നില്ല ഈ ഇബാദത്ത് ചെയ്തിരുന്നത്. വഅയ്ഖള അഹ്ലഹു, നബിയുടെ വീട്ടുകാരെ, കുടുംബിനികളെ, ഭാര്യമാരെ അവരൊക്കെ ഉണർത്തും, അവരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും, ഇബാദത്തിലേക്ക് അവരൊക്കെ പ്രേരിപ്പിക്കും. വഅയ്ഖള അഹ്ലഹു ഖു അൻഫുസകും വഅഹ്ലീകും നാറ, അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം എന്നുള്ളത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബവും നമ്മളെപ്പോലെ രക്ഷപ്പെടാനുള്ളതാണ്. സ്വർഗപ്രവേശനം അവർക്കും അനിവാര്യമായതാണ്. സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അവർക്കും ലഭിക്കാനുള്ളതാണ്. അതിനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തൊക്കെ എഴുന്നേൽപ്പിച്ച് അവരൊക്കെ ഉണർത്തി ഇബാദത്തിന് വേണ്ടി അവരെയും തയ്യാറാക്കുമായിരുന്നു. മറ്റു ദിവസങ്ങളിൽ ഉള്ളതുപോലെ ആയിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 രാവുകളിൽ പരിശ്രമിച്ചിരുന്നത്. യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹ. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 10 രാവുകളിൽ ബാക്കിയുള്ള രാവുകളിൽ പരിശ്രമിക്കുന്നത് പോലെ ആയിരുന്നില്ല, അതിനേക്കാളും കൂടുതൽ പരിശ്രമിക്കുമായിരുന്നു, അതിനേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുമായിരുന്നു, അതിനേക്കാൾ കൂടുതൽ നമസ്കരിക്കുമായിരുന്നു, അതിനേക്കാൾ ബാക്കിയുള്ള ദിനരാത്രങ്ങളെക്കാൾ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. നമസ്കാരത്തിൻ്റെ ദൈർഘ്യം അത് വർദ്ധിപ്പിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
നബിയുടെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ഒരു ടെൻ്റ് കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്ന് തനിച്ചിരുന്നുള്ളതായ ഇബാദത്തിലായിരുന്നു. സഹാബാക്കളോട് പോലും സംസാരം കുറച്ച് തൻ്റെ ഇണകളോടുള്ളതായ സംസാരമെല്ലാം ഒഴിവാക്കി പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ലയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അവസാനത്തെ 10 ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടായിരുന്നു ഈ ഒരു പരിശ്രമം നടത്തിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു 10 രാവുകളിൽ നിന്നും ഒരു രാവിലാണ് ഖദറിൻ്റെ രാത്രിയുള്ളത്. മഹത്വമേറിയൊരു രാത്രി. അതിൻ്റെ മഹത്വം അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. നാം ഈ ഖുർആനിനെ ഇറക്കിയത് ഖദറിൻ്റെ രാവിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. അല്ലാഹു തആല ചോദിക്കുകയാണ്, വമാ അദ്റാക, നബിയെ താങ്കൾക്ക് എന്താ അറിയാ? മാ ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് താങ്കൾക്ക് എന്താ അറിയാ? അതിൻ്റെ മഹത്വം എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അതിൻ്റെ പ്രാധാന്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല തന്നെ വിവരിച്ചു കൊടുത്തു. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ മഹത്തരമേറിയ ഒരു രാവ്, ഒറ്റ രാത്രി. 1000 മാസത്തേക്കാൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 83 വർഷത്തേക്കാൾ മഹത്തരമേറിയത്. 83 വർഷം തുല്യമായിട്ട് എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്. 83 വർഷം കറക്റ്റായിട്ട് കിട്ടും ഒരു രാവ് ഇബാദത്ത് ചെയ്താൽ എന്നല്ല, അതിനേക്കാളും എന്നാണ് പറഞ്ഞത്. ആ കാൾ എന്ന് പറയുമ്പോൾ അത് എത്രയാണ് എന്ന് നമുക്ക് വർണ്ണിക്കാൻ സാധിക്കില്ല. നോമ്പുകാരൻ്റെ ഇബാദത്തിന് ഇതേപോലെയാണല്ലോ. നോമ്പിനും നോമ്പുകാരൻ്റെ ഇബാദത്തിൻ്റെയും പ്രതിഫലം എത്രയാണെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലാഹു തആല പറഞ്ഞു, ഫഇന്നഹു ലീ വഅന അജ്സി ബി. നോമ്പൊഴികെ, നോമ്പ് എനിക്ക് വേണ്ടിയിട്ടല്ലേ, ഫഇന്നഹു ലീ, അത് എനിക്ക് വേണ്ടിയിട്ട് നോമ്പ് അനുഷ്ഠിച്ചതല്ലേ. എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ ഭക്ഷണപാനീയങ്ങൾ അവൻ ഒഴിവാക്കിയത്. എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ വികാരങ്ങളെ അവൻ മാറ്റിവെച്ചിട്ടുള്ളത്. എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ താല്പര്യങ്ങളെയെല്ലാം അവൻ ഒഴിവാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വഅന അജ്സി ബി, അതിൻ്റെ പ്രതിഫലം ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ, എത്രയെന്നൊന്നും പറയാതെ അല്ലാഹു തആല ഇത് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ വിശാലത, അതിൻ്റെ മഹത്വം നമ്മളെക്കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കൂല. നോമ്പോടുകൂടിയുള്ളതായ ഇബാദത്തുകൾക്ക് ഇത്രത്തോളം മാറ്റമുണ്ട്, പ്രാധാന്യമുണ്ട്, മഹത്വമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഈ 2 ദിവസങ്ങളെന്ന് പറഞ്ഞാൽ തുർഫഉ ഫീഹി അഅമാലുൽ ഇബാദി ഇലാ റബ്ബിൽ ആലമീൻ. അടിമകളുടെ അമലുകളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആഴ്ചതോറുമുള്ള അമലുകളുടെ കണക്കുകൾ സമർപ്പിക്കപ്പെടുന്ന ദിവസങ്ങളാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ഫഉഹിബ്ബു അയ്യുർഫഅ അമലി വഅന സായിം. എൻ്റെ അമൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കാണിക്കപ്പെടുമ്പോൾ നോമ്പുകാരനായ നിലയിൽ കാണിക്കപ്പെടണമെന്നതാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നോമ്പോടുകൂടി നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ, നോമ്പോടുകൂടി സക്കാത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, നോമ്പോടുകൂടി സ്വതക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ, നോമ്പുകാരനായിരിക്കവേ ദിക്ർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നോമ്പുകാരനായിരിക്കവേ തിലാവത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നോമ്പുകാരനായിരിക്കവേ നന്മ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ, തിന്മ തടഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറയപ്പെട്ട ബാക്കിയുള്ള എല്ലാ നന്മകൾക്കും നോമ്പ് കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റ്, അതിൻ്റെ പ്രത്യേകത അത് കൂടുതലാണ്, അത് മഹത്വമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ഖദറിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അറിയുക? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. അത് 1000 മാസത്തേക്കാൾ എത്രയോ മഹത്വമുള്ളത്, 1000 മാസത്തേക്കാൾ എത്രയോ മഹത്വമുള്ള ഒറ്റ രാവ്. അത് കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യം കിട്ടിയവരാണ്. അത് നഷ്ടപ്പെട്ടാലോ നമ്മൾ ഏറ്റവും വലിയ ഹതഭാഗ്യരുമാണ്, നഷ്ടവാളികളുമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
പരിശുദ്ധമായ റമദാൻ വന്നെത്തിക്കഴിഞ്ഞാൽ പറയുമായിരുന്നു, ഖദ് ഹളറക്കും ഹാദ ഷഹർ, ഇന്ന ഷഹറ ഖദ് ഹളറക്കും, ഇതാ ഈ മാസം നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഫീഹി ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ഷഹർ, അതിൽ 1000 മാസത്തേക്കാൾ മഹത്തരമേറിയ ഒരു രാവുണ്ട്. ഫമൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല, ആർക്കെങ്കിലും അതിലെ ആ രാവ് നഷ്ടപ്പെട്ടാൽ അവന് എല്ലാ നന്മയും നഷ്ടപ്പെട്ടവനാണ്, എല്ലാ നന്മയും നഷ്ടപ്പെട്ടവൻ. വലാ യുഹ്റമു ഖൈറഹ ഇല്ലാ മഹ്റൂമുൻ, അതിലെ ആ രാവിൻ്റെ നന്മ നഷ്ടപ്പെടുന്നവൻ എല്ലാ നന്മയിൽ നിന്ന് നഷ്ടപ്പെട്ട ഹതഭാഗ്യനല്ലാതെ വേറെ ആരുമല്ല. നന്മ ചെയ്യാൻ ജീവിതത്തിൽ അവസരം കിട്ടാത്തവർ റമദാനേതര മാസങ്ങളിൽ അല്ലെങ്കിൽ തൻ്റെ മറ്റു ആയുഷ്കാലഘട്ടങ്ങളിൽ നന്മ ചെയ്യാനുള്ളതായ അവസരങ്ങളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടവൻ, വിദൂരമാക്കപ്പെട്ടവൻ, അവനു മാത്രമാണ് ഖദറിൻ്റെ രാത്രി നേടാൻ സാധ്യമാകാത്തവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ബഹുമാനപ്പെട്ടവരെ, നമ്മളുടെ ഒരു വർഷത്തിലെ 365 ദിവസങ്ങളിൽ നിന്ന് 355 ദിവസങ്ങളും നമ്മളെ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മറ്റു യാത്രകളിലായിരിക്കാം, നമ്മളുടെ സുഖ നിദ്രയെ തേടി പോകുന്നവരായിരിക്കാം. പക്ഷെ ഈ ഒരു 10 രാത്രി, ഒരു വർഷത്തിൽ നിന്നുള്ളതായ ഒരു 10 രാത്രി അള്ളാഹുവിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ ഖദറിൻ്റെ രാവ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്വേഷിക്കാൻ, ഖദറിൻ്റെ രാവിനെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അവസാനത്തെ 10-ലാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്നെ അറിയിക്കപ്പെട്ടിരുന്നു ഖദറിൻ്റെ രാവ് ഏത് ദിവസത്തിലാണ് എന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബാക്കൾക്ക് അറിയിച്ചു കൊടുക്കാനുള്ളതായ അതിയായ താല്പര്യത്താൽ ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് ഫതലാഹ ഫുലാനുൻ വ ഫുലാനുൻ, 2 സഹാബാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലായതായിട്ട് കാണുന്നത്. കടമിടപാടിൻ്റെ പേരിലെ തർക്കമാണ് എന്നൊക്കെ ചില റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ തർക്കപരിഹാരത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. അതിൻ്റെ ഇടയിൽ അല്ലാഹു തആല രാവ് ഏത് ദിവസത്തിലാണെന്ന് ക്ലിപ്തമായി അറിയിച്ചു കൊടുത്തതിനെ നബിയുടെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞു. ഫനുസീതുഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അത് മറപ്പിക്കപ്പെട്ടു, എനിക്ക് ഓർമ്മല്ല ഏത് ദിവസമാണ് എന്നുള്ളത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ബോധ്യമുണ്ട്, അത് റമളാനിലെ അവസാനത്തെ രാവുകളിലാണ് എന്ന്. അതുകൊണ്ട് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽതമിസൂഹ ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ, നിങ്ങളത് തേടേണ്ടത് എവിടെയാണ്? റമളാനിലെ അവസാനത്തെ 10കളിലാണ്. അപ്പം നമ്മളുടെ ഒരു വർഷത്തിലെ ബാക്കിയുള്ള ദിനരാത്രങ്ങളൊക്കെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചപ്പോൾ നമ്മളുടെ എന്നേക്കുമുള്ള ആവശ്യം, നമ്മളുടെ രക്ഷയ്ക്ക് അനിവാര്യമായത്, നമ്മളുടെ വിജയത്തിന് അനിവാര്യമായത്, നമ്മളുടെ പദവി ഉയരാൻ കാരണമായത്, അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ദാസനാകാനുള്ളതായ അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭിക്കാൻ കാരണമാകുന്ന ഒരു രാവാണ് ഖദറിൻ്റെ രാവ് എന്നുള്ളത്. അത് നമ്മൾ ഈ 10 ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഇഅ്തികാഫ് ഇരുന്നാൽ തീർച്ചയായിട്ടും നമ്മളത് നേടുക തന്നെ ചെയ്യും. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പൂർണ്ണമായിട്ടും 10 ദിവസം മസ്ജിദിൽ കഴിഞ്ഞുകൂടൽ എന്നുള്ളതാണ്, ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും രാപ്പകലുകളില്ലാതെ, വെറും രാവിനെ മാത്രം തിരഞ്ഞെടുക്കാതെ രാവും പകലും പൂർണ്ണമായിട്ടും അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. ഇനി എന്തെങ്കിലും ജോലി തിരക്കുകളുടെ പേരിലോ മറ്റു അത്യാവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ബഹുമാന്യരെ, നമുക്ക് രാവിനെ തിരഞ്ഞെടുക്കാൻ പറ്റും, രാത്രിയെ തിരഞ്ഞെടുക്കാൻ പറ്റും അള്ളാഹുവിന് വേണ്ടി. അതും നമ്മൾ തറാവീഹ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരലല്ല, പരമാവധി മഗ്രിബിന് തന്നെ നമ്മൾ പള്ളിയിലേക്ക് എത്തി അവിടെ നിന്ന് അങ്ങോട്ട് തുലൂഉൽ ഫജ്ർ വരെ പൂർണ്ണമായിട്ടും മസ്ജിദിൽ കഴിച്ചു കൂട്ടലാണ്. അപ്പോഴാണ് ഇഅ്തികാഫിൻ്റെ പരിപൂർണതയാകുന്നത്. അപ്പോഴാണ് ഖദറിൻ്റെ രാത്രി നമുക്ക് നേടാൻ സാധിക്കുന്നത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, അല്ലാഹു തആല ലോകർക്ക് സന്മാർഗമായിട്ട് ഇറക്കിയിട്ടുള്ള പരിശുദ്ധമായ ഖുർആൻ ഈ ഖദറിൻ്റെ രാത്രിയിൽ തന്നെ ഇറങ്ങാൻ അല്ലാഹു തആല ആ ദിവസത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ഈ ഖദറിൻ്റെ രാവിന് അത് തന്നെ വലിയൊരു പ്രത്യേകതയാണ്. ബഹുമാനപ്പെട്ട ഇമാം വറാഖ് റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഖദറിൻ്റെ രാവ് എന്ന് പറഞ്ഞാൽ അത് നസല ഫീഹി കിതാബുൻ ദൂ ഖദരിൻ അലാ ലിസാനി മലക്കിൻ ദീ ഖദരിൻ അലാ റസൂലിൻ ദീ ഖദരിൻ വഅലാ ഉമ്മത്തിൻ ദാത്തി ഖദരിൻ.
ഈ ഖദറിൻ്റെ രാവ് എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ആ രാത്രി, ഖദറിൻ്റെ രാത്രി, ആ രാത്രിയാണ് മഹത്വമുള്ള ഗ്രന്ഥം ഇറങ്ങിയത്. നസല ഫീഹി കിതാബുൻ ദു ഖദർ, മഹത്വമുള്ള ഗ്രന്ഥം ഇറങ്ങിയത് ഈ ഖദറിൻ്റെ രാത്രിയിലാണ്. ആരിലേക്ക് ഇറങ്ങി? ആര് വഴി ഇറങ്ങി? അലാ ലിസാനി മലക്കിൻ ദി ഖദർ, മഹത്വമുള്ള മലക്കിൻ്റെ നാവിലൂടെ ഇറങ്ങി. അതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മലക്ക് തന്നെയാണല്ലോ എല്ലാ ഒരു ഖദറിൻ്റെ രാവിലും മറ്റു മലായിക്കത്തുകളുടെ സാന്നിധ്യത്തോടൊപ്പം അവർക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലായിക്കത്തുകളും റൂഹും, ആരാണ് റൂഹ് എന്നുള്ളതിൻ്റെ വ്യാഖ്യാനത്തിൽ അധിക ഖുർആനിൻ്റെ പണ്ഡിതന്മാരും പറയുന്നത് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എല്ലാ മലായിക്കത്തുകൾക്കും നേതൃത്വം വഹിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മലായിക്കത്തും ഇറങ്ങി വരും ആ ഖദറിൻ്റെ രാത്രിയിൽ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, അത് വല്ലാത്ത സുരക്ഷിതത്തിൻ്റെ, സമാധാനത്തിൻ്റെ, മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷത്തിൻ്റെ, തൻ്റെ മഹബൂബുമായിട്ടുള്ള, തൻ്റെ പ്രിയനുമായിട്ടുള്ള, ഇഷ്ടപ്പെട്ട അള്ളാഹുവുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ തൻ്റെ അള്ളാഹുലേക്ക് അടുക്കാൻ, അവനിൽ നിന്ന് പാപമോചനം നേടിയെടുക്കാൻ, അവൻ്റെ തൃപ്തി നേടിയെടുക്കാനുള്ളതായ ഒരു അവസരമായിട്ടാണ് മുഅ്മിനീങ്ങൾ ഇതിനൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ രാത്രിയിൽ ഖുർആനിനെ ഇറക്കിയത് അലാ ലിസാനി മലക്കിൻ ദി ഖദർ, മഹത്വമുള്ള മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നാവിലൂടെ ആരിലേക്ക് ഇറക്കി കൊടുത്തു? അലാ റസൂലില്ലാഹി ദി ഖദർ, മഹത്വമുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക്. ആ പ്രവാചകരിലൂടെ ആരിലേക്ക് ഇറക്കി കൊടുത്തു? അലാ ഉമ്മത്തിൻ ദാത്തി ഖദറിൻ, മഹത്വമുള്ളതായ ഉമ്മത്തിന്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. നമ്മളെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞതാണ് കുന്തും ഖൈറ ഉമ്മ, മറ്റു സമുദായങ്ങളെക്കാൾ, മറ്റു പ്രവാചകന്മാരുടെ അനുയായികളെക്കാൾ ഏറ്റവും നല്ല ഉമ്മത്ത് നിങ്ങളാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിലേക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ളതായ സമൂഹം. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മയെ തടയുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഉമ്മത്തെ മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഉമ്മത്ത് മഹത്വമുള്ള ഉമ്മത്താണ്. ആ മഹത്വമുള്ള ഉമ്മത്തിന് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥം അത് ഖദറിൻ്റെ രാവിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ ഈ രാവിനെ നേടിയെടുക്കാനുള്ളതായ പരിശ്രമത്തിലായിരുന്നു പുണ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയുടെ സഹാബാക്കളും കഠിന പരിശ്രമം നടത്തിയത്. ഇതൊന്ന് ജീവിതത്തിൽ കിട്ടിയാൽ 83 വർഷം ഇബാദത്ത് ചെയ്തതിൻ്റെ ഫലം നമ്മളുടെ ഏടുകൾ എഴുതപ്പെടുകയാണ്. ഒരു ഖിയാമുൽ ലൈലിൽ നമ്മൾ ഖദറിൻ്റെ രാത്രിയിൽ നമ്മൾ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചാൽ, 2 റക്അത്ത് നമസ്കരിച്ചാൽ 83 വർഷം 2 റക്അത്ത് നമസ്കരിച്ച പ്രതിഫലം. 8 റക്അത്ത് നമസ്കരിച്ചാൽ 83 വർഷം 8 റക്അത്ത് നമസ്കരിച്ച പ്രതിഫലം. നമ്മൾ തറാവീഹ് നമസ്കരിച്ചാൽ, ഖുർആൻ ഓതിയാൽ, ദിക്ർ ചെയ്താൽ, മറ്റു പുണ്യമായ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അതൊക്കെ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ബാക്കിയുള്ള ദിനരാത്രങ്ങളേക്കാൾ സജീവമാക്കിയാൽ 1-2 ദിവസമല്ല, അല്ലെങ്കിൽ 10 ഇരട്ടി പ്രതിഫലം എന്നല്ല പറഞ്ഞത്, 83 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം. ഈ മഹത്വം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പുണ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൻ്റെ ഈ രാവുകളെ സജീവമാക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. ഇഅ്തികാഫിൻ്റെ പ്രതിഫലം എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ അരികിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പുണ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ മശാ ഫീ ഹാജത്തി അഖീഹി വബലഗ ഫീഹാ കാന ഖൈറൻ മിൻ ഇഅ്തികാഫി 10 സിനീൻ. ഒരാൾ തൻ്റെ സഹോദരൻ്റെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി പോയി, എന്തെങ്കിലും അവൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ ഒരു സഹോദരൻ്റെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോയി. വബലഗ ഫീഹ, ആ ആവശ്യത്തെ പൂർത്തീകരിച്ച് കൊടുക്കാനും ഒരാൾക്ക് സാധിച്ചാലും
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ഖൈറൻ മിൻ ഇഅ്തികാഫി 10 സിനീന, 10 വർഷം ഈ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു പ്രവൃത്തിയാണ് ആ സഹോദരൻ ചെയ്തിട്ടുള്ളത്. ഒരു സഹോദരൻ്റെ ആവശ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുകയും ആ ആവശ്യത്തിലേക്കുള്ളതായ ആ ആവശ്യത്തെ പൂർത്തീകരിക്കുന്നതിലേക്ക് അവൻ എത്തിച്ചേരുകയും ലക്ഷ്യം നേടുകയും ചെയ്താൽ 10 വർഷം ഇഅ്തികാഫ് ഇരിക്കുന്നതിൻ്റെ പ്രതിഫലമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് 10 വർഷമാണ് പറഞ്ഞത്, ഒരു ദിവസം ഇഅ്തികാഫ് ഇരിക്കുന്നതിൻ്റെ പ്രതിഫലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇഅ്തകഫ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദിവസം ഇഅ്തികാഫ് ഇരുന്നാൽ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ 3 കിടങ്ങുകൾ ഉണ്ടാകുന്നതാണ്. യകൂനു മാ ബൈനഹു വ ബൈനൻ നാരി സലാസത്തു ഖനാദിഖ്, അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ 3 കിടങ്ങുകൾ ഉണ്ടാകും. അബഅദ മാ ബൈനൽ ഖാഫിഖൈൻ, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും പടിഞ്ഞാറിൻ്റെയും കിഴക്കിൻ്റെയും ഇടയിൽ എത്ര വഴിദൂരമുണ്ടോ അത്രയും വഴിദൂരമുണ്ടാവും ഒരു കിടങ്ങിൻ്റെ ദൂരം. അങ്ങനെയുള്ള 3 കിടങ്ങിൻ്റെ വഴിദൂരമായിരിക്കും അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിലോട്ട് അടുക്കുക പോലും ഇല്ല എന്നുള്ളതാണ്. അവൻ എത്രയോ നരകത്തിൽ നിന്ന് വിദൂരമായിരിക്കും. നരകത്തിൽ നിന്ന് വിദൂരമാകുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനാണല്ലോ നമ്മൾ പരിശ്രമിക്കുന്നത്, അതിനാണല്ലോ നമ്മൾ ദുആ ഇരക്കുന്നത്, അതിനാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത്, അതിനാണ് നമ്മൾ പല പുണ്യകർമ്മങ്ങളും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ദുആയിൽ പറയും, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ, നീ എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. എത്രത്തോളം ചെറിയ കാര്യങ്ങളെ കൊണ്ടും നരകത്തിൽ നിന്നും അകലാൻ സാധിക്കുമോ അത് നിങ്ങൾ ചെയ്യാൻ മറക്കരുതേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്, നീ നിൻ്റെ സഹോദരനെ മുഖപ്രസന്നതയോടുകൂടി കാണുന്ന ഒരു കാര്യത്തെ നിസാരമായി കാണണ്ട. അതും വളരെ പുണ്യമുള്ള കാര്യമാണ്. അതും നമ്മളെ നരകത്തിൽ നിന്ന് അകറ്റുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, നിങ്ങൾപ്പെട്ട ഒരാളും അവരുടെ റബ്ബിനോട് നേരിട്ട് സംസാരിക്കാതിരിക്കുകയില്ല, എല്ലാവരും സംസാരിച്ചേ മതിയാകും. ലൈസ ബൈനഹു വ ബൈനഹു തർജുമാൻ, അള്ളാഹുവുമായിട്ട് നമുക്ക് സംസാരിക്കാൻ നമ്മളുടെ ഇടയിൽ ഒരു മുതറജ്ജിമിൻ്റെ, ഒരു പരിഭാഷകൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കും നമ്മളുടെ റബ്ബിൻ്റെയും ഇടയിൽ സംസാരത്തിന്, നേരിട്ടുള്ള സംസാരത്തിന് ഒരു പരിഭാഷകൻ്റെ ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫയൻദുറു അയ്മന മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, മനുഷ്യൻ തൻ്റെ റബ്ബുമായിട്ട് സംസാരിക്കുന്ന വേളയിൽ അവനെ ഹിസാബ് ചെയ്യുമ്പോൾ, അവനെ കണക്ക് ചോദ്യം ചെയ്യുമ്പോൾ അവൻ ഭയവിഹ്വലനായിക്കൊണ്ട് തൻ്റെ വലതുഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടാകും. എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന വിശ്വാസമോ സൽക്കർമ്മങ്ങളോ എൻ്റെ കൂട്ടത്തിൽ വല്ലതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വലതുഭാഗത്തേക്ക് നോക്കുന്നത്. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, അവൻ്റെ പരാജയത്തിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുള്ളതായ കർമ്മങ്ങളുടെ കൂമ്പാരങ്ങളല്ലാതെ വേറൊന്നും അവൻ കാണൂല. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കർമ്മങ്ങളൊന്നും എന്നെ രക്ഷപ്പെടുത്തൂല എന്ന് അവനക്ക് ബോധ്യമാകും. അപ്പോൾ അവൻ പേടിച്ചിട്ട് ഇടതുഭാഗത്തേക്ക് നോക്കുകയാണ്. ഫയൻദുറു അശ്അമ മിൻഹു, ഇത് കണ്ടിട്ട് അവൻ ആകെ പേടിച്ചുകൊണ്ട് ഇടതുഭാഗത്തോട്ട് നോക്കും. അതിൽ വല്ലതും എന്നെ രക്ഷപ്പെടുത്താനുണ്ടോ എന്നായിരിക്കും അവൻ ആഗ്രഹിക്കുന്നത്, അവൻ നോക്കുന്നത് അതായിരിക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, അവൻ നേരത്തെ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളുടെ കുരുത്തക്കേടുകളുടെ കൂമ്പാരങ്ങളല്ലാതെ ഇടതുഭാഗത്തവന് കാണാണ്ടാവില്ല. അപ്പോൾ അവൻ ഒന്നും കൂടിയും പേടിച്ചുകൊണ്ട് അവൻ്റെ മുന്നോട്ട് നോക്കുകയാണ്. ഫയൻദുറു ബൈന യദൈഹി, അവൻ്റെ മുന്നോട്ട് നോക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫലാ യറാ ഇല്ല അന്നാറ തിൽഖാഅ വജ്ഹി, അവൻ്റെ മുന്നിൽ കത്തിജ്വലിക്കുന്ന നരകമല്ലാതെ അവൻ വേറൊന്നും കാണൂല. ഫലാ യറാ ഇല്ല അന്നാറ തിൽഖാഅ വജ്ഹി, അവൻ്റെ മുന്നിൽ കത്തിജ്വലിക്കുന്ന നരകമായിരിക്കും അവൻ കാണുന്നത്. അത് കണ്ട് അവൻ പേടിച്ചിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുന്നുണ്ട്, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, അതുകൊണ്ട് നിങ്ങൾ
നരകത്തെ സൂക്ഷിച്ചോളൂ മനുഷ്യരെ. അത് ഈത്തപ്പഴത്തിൻ്റെ ചീള് സ്വതക്ക കൊടുത്തിട്ടാണെങ്കിലും ശരി. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. എത്രയും നിസാരമായ ഒരു കാര്യം ചെയ്തിട്ടാണെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണേ. ഇത്തഖുന്നാറ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം കേട്ടോ. വലൗ ബിശിഖ്ഖി തംറ, അത് ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീള് കൊടുത്തിട്ടാണെങ്കിലും ശരിയെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. കാരണം നരകശിക്ഷ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ച് സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നമ്മൾ പലയാവർത്തി കേട്ടിട്ടുണ്ടാകും. മല ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. സ്വർഗീയ അനുഗ്രഹങ്ങൾ ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ല. സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു കാതും ഇതുപോലെ നേരിട്ട് അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിശാലതയും അതിൻ്റെ അനുഭൂതികളെയും കുറിച്ച് ഒരു കാതും യഥാർത്ഥ നിലയിൽ കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ഖൽബി ബശർ. സ്വർഗീയ അനുഗ്രഹങ്ങളുടെ വിശാലത, അതിൻ്റെ സൗകര്യം, അതിൻ്റെ സൗന്ദര്യം, അതൊരു മനുഷ്യ മനസ്സുകളെ കൊണ്ടും ചിന്തിക്കാൻ പോലും സാധ്യമാകാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ് വലാ ഖതറ അലാ ഖൽബി ബശർ. ഇതേപോലെയാണ് നരകത്തിൻ്റെ ശിക്ഷയും. അത് നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനെയും അപ്പുറമാണ്. അതിൻ്റെ തീക്ഷ്ണത അത് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും എത്രയോ കഠിനമേറിയതാണ്, എത്രയോ കഠിനമേറിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നരകത്തിലെ തീയിൻ്റെ 70 അംശങ്ങളിൽ നിന്ന് ഒരംശമാണ് ദുന്യാവിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ചെറിയ ചൂട്, അല്ലെങ്കിൽ അടുപ്പിൽ നിന്ന് കത്തുന്നത്, അല്ലെങ്കിൽ ബോംബിട്ട് തകർത്ത് വരുന്ന ആ തീജ്വാല, അതേപോലെ തന്നെയുള്ള എന്തെല്ലാം ഉണ്ടോ അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മാത്രമല്ല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഈ ലോകത്ത് അനുഭവപ്പെടുന്ന ചൂട് മുഴുവനും, ഈ ലക്ഷക്കണക്കിന് വർഷങ്ങളുള്ള മുഴുവൻ ചൂടുകളും അത് യഥാർത്ഥത്തിൽ നരകത്തിൽ നിന്നുള്ള ചൂടിൻ്റെ ഒരംശം മാത്രമായിട്ടുള്ളൂ, ഒരംശം മാത്രമായിട്ടുള്ളൂ. അപ്പം നരകത്തിൻ്റെ ചൂടിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാവും, എത്രത്തോളം വ്യാപ്തി ഉണ്ടാവും. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതിലേക്ക് പ്രവേശിക്കാനുള്ളതായ വിശ്വാസമായിട്ടോ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നതായ കർമ്മങ്ങളുമായിട്ടോ നിങ്ങൾ ജീവിക്കരുതേ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖല്ലദീ കദ്ദബ വതവല്ല. ആ നരകത്തിലേക്ക് കത്തിയമർന്നുകൊണ്ട് പ്രവേശിക്കുന്നവൻ ആരായിരിക്കും? ഇല്ലൽ അഷ്ഖ, ഏറ്റവും വലിയ പരാജിതൻ, ഏറ്റവും വലിയ പരാജിതൻ. അല്ലദീ കദ്ദബ വതവല്ല, അള്ളാഹുവിനെ കളവാക്കിയവൻ, അവൻ്റെ അസ്തിത്വത്തെ കളവാക്കിയവൻ, അല്ലെങ്കിൽ അവൻ്റെ വിശേഷണങ്ങളെ കളവാക്കിയവൻ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കളവാക്കിയവൻ, അവൻ വിരോധിച്ചതിനെ കളവാക്കിയവൻ. വതവല്ല, അള്ളാഹുവിൽ നിന്നും പിന്തിരിഞ്ഞ് നടന്നവൻ, അള്ളാഹുവിൽ നിന്നും പിന്തിരിഞ്ഞ് നടന്നവൻ, അവൻ്റെ കൽപ്പനകൾ അവഗണിച്ച് ജീവിച്ചവൻ, അവൻ വിലക്കിയതിനെയെല്ലാം പ്രവർത്തിച്ചു. അതുകൊണ്ട് എന്താ പ്രശ്നം? ഇന്നത്തെ കാലത്ത് അത് ചെയ്തേ മതിയാകൂ, ഇന്നത്തെ കാലത്ത് അതിൽ നിന്നും മാറി നിൽക്കാനൊന്നും പറ്റൂല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അള്ളാഹു വിലക്കിയ കാര്യങ്ങളുമായിട്ട് ഏർപ്പെടുന്നവർ, അങ്ങനെയുള്ള ഏറ്റവും വലിയ പരാജിതർ, അവരായിരിക്കും നരകത്തിലേക്ക് കത്തിയമർന്ന നിലയിൽ പ്രവേശിക്കുക എന്ന് അല്ലാഹു തആല പറയാൻ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഫഅൻദർതുകും നാറൻ തലല്ലാ. അതുകൊണ്ട് ഈ കത്തിജ്വലിക്കുന്ന ഈ നരകത്തിലേക്ക് നിങ്ങൾ പോകുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയൊന്നല്ല അവിടുത്തെ ശിക്ഷ എന്നുള്ളത്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും ഗൗരവമേറിയതാണ്. അതിൽ വിശപ്പകറ്റാനുള്ളതും തീ കൊണ്ടുള്ള ഭക്ഷണമാണ്, അതിൽ ദാഹം ശമിപ്പിക്കാനുള്ളതും അതിശക്തമായ ചൂടേറിയ പാനീയങ്ങളാണ്. പാനീയം എന്ന് പറഞ്ഞാൽ ചൂടേറിയ ചായ ഒന്നുമല്ല കിട്ടുന്നത്, മനുഷ്യരുടെ ചീഞ്ചലമാണ് അവിടെ അവരുടെ ദാഹത്തെ ശമിപ്പിക്കാൻ വേണ്ടി കിട്ടുന്നത്. യുസ്ഹറു മാ ഫീ ബുത്തൂനിയും, വയറ്റിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് അങ്ങോട്ട് തിളച്ച് മറിഞ്ഞാൻ വരും. നേരത്തെ ഇമാം ഓതി ആയത്തുകളിൽ ഉണ്ടായിരുന്നു, അവരുടെ വയറ്റിൻ്റെ ഉള്ളിലുള്ളതെല്ലാം അങ്ങോട്ട് തിളച്ച് മറിഞ്ഞ് പുറത്തേക്ക് അങ്ങോട്ട് വരും. ആ നിലയിലുള്ള വെള്ളങ്ങൾ, യുസ്ഖാ മിൻ മാഇൻ ഹമീം, ശക്തമായ ചൂടുള്ളതായ വെള്ളം, അതിനങ്ങോട്ട് കടിച്ചിറക്കാനും കഴിയില്ല, അങ്ങനത്തെ പ്രയാസമുള്ളത്. അവിടുത്തെ ഭക്ഷണങ്ങളോ ഇന്ന ഷജറത സഖൂം തആമുൽ അഥീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗലിൽ ഹമീം. അല്ലാഹു തആല പറയാൻ സഖൂം വൃക്ഷമാണ് അവിടുത്തെ ഭക്ഷണമായിട്ടുണ്ടാകുക. തആമുൽ അഥീം, പാപികൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണം. കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗലിൽ ഹമീം, ശക്തമായ ചൂടുള്ള വെള്ളം തിളക്കുന്നത് പോലെ അത് കടന്നിട്ട് വയറ്റിൽ കടന്നിട്ട് ഇങ്ങനെ തിളക്കും.
ഒരു ചെമ്പ് തിളച്ചാലുള്ളത് പോലെയുള്ളതായ അവസ്ഥ. അങ്ങനെ ഒരുക്കപ്പെട്ട അവസ്ഥയിൽ അതിങ്ങനെ ഉരുകിപ്പോകും ശരീരം ആ സകലം. അങ്ങനത്തെ ഭക്ഷണമായിരിക്കും ഉണ്ടാകുക. ആ സക്കൂം വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അല്ലാഹു തആല മറ്റൊരിടത്ത് പറയുന്നുണ്ട്. ഇന്ന ഷജറത്ത സക്കൂം തഖ്റുജു മിൻ അസ്ലിൽ ജഹീം. നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ശക്തമായ ചൂടുള്ള നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉണ്ടാകുന്ന വൃക്ഷം. അതും ശക്തമായ ചൂടുള്ളതായിരിക്കും. പച്ചപ്പുള്ളതൊന്നും ആകൂല, കായ്ക്കനികൾ മധുരമേറിയതൊന്നും ആകൂല, നമ്മുടെ വിശപ്പകറ്റാനുള്ളതാകൂല. തഖ്റുജു മിൻ അസ്ലിൽ ജഹീം തൽഉഹാ കഅന്നഹു റൂസു ശയാത്തീൻ. അതിൻ്റെ കൊലകൾ കണ്ടാൽ തന്നെ ശൈത്താന്മാരുടെ തല പോലെ ഉണ്ടാകും. ഭീതിപ്പെടുത്തുന്ന നിലയിലുള്ളതായ ശിഖിരങ്ങളുള്ള കൊലകളുള്ള സക്കൂം വൃക്ഷമായിരിക്കും അവർക്ക് ഭക്ഷണമായിട്ട് നൽകപ്പെടുക എന്ന്. അതിലെ എല്ലാം പ്രയാസകരമേറിയതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ആഗ്രഹിക്കും, പടച്ചവനോട് രക്ഷയ്ക്ക് വേണ്ടി ചോദിക്കും. പക്ഷേ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കൂല. നരകത്തേക്കാക്കുന്ന മാലിക് എന്ന് പറയുന്ന മലക്കിനോട് വരെ അവർ പറയും, യാ മാലിക് വനാദു യാ മാലിക് ലീഖ്ലി അലൈനാ റബ്ബുക്. നിൻ്റെ റബ്ബിനോട് ഞങ്ങളെ വിഷയത്തിലൊന്ന് തീരുമാനമാക്കി തരാമെന്ന് പറയോ എന്ന് മാലിക്കിനോട് ആവശ്യപ്പെടുന്നുണ്ടാവും. ഖാല ഇന്നകും മാകിസൂൻ. അവിടെ നിന്നും മറുപടി കിട്ടുന്നത് എന്താണ്? നിങ്ങൾ ഇവിടെ തന്നെ കഴിയാനുള്ളതാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷയൊന്നുമില്ല. ഇന്നക്കും മാകിസൂൻ, നിങ്ങളിവിടെ കാലാകാലം കഴിയാനുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ തിന്മകളുടെ ശിക്ഷകൾ അനുഭവിക്കുന്നത് വരെ നിങ്ങൾക്ക് ഈ നരകത്തിൽ നിന്ന് മോചനമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ കഴിഞ്ഞുകൂടാനുള്ളതാണ്. ഖാല ഇന്നക്കും മാകിസൂൻ. അള്ളാഹുവിനോട് അവർ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. അള്ളാഹുവിനോട് തന്നെ പറയും, റബ്ബന ഗലബത് അലൈനാ ശിഖ്വത്തുന. പടച്ചോനെ, ഞങ്ങളെ പരാജയം, ഞങ്ങളുടെ മേൽക്കോയ്മ നേടി, ഞങ്ങൾ പരാജയപ്പെട്ടു പോയി, ഞങ്ങൾക്കിതിന്ന് രക്ഷ വേണം, എന്താണ് വഴി എന്നൊക്കെ അവർ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടുന്ന മറുപടി എന്താണ്? ഇഖ്സഉ ഫീഹാ വലാ തുകല്ലിമൂൻ. മിണ്ടാതെ അവിടെ ഇരുന്നോ, എന്നോട് സംസാരിക്കാൻ പോലും വരണ്ട. മിണ്ടാതെ ഇരുന്നോ, എന്നോട് സംസാരിക്കാൻ പോലും വരണ്ട. അള്ളാഹുവിൻ്റെ കാരുണ്യം ആ സമയത്ത് അക്രമകാരികളുടെ നേരെ ഉണ്ടാകൂല, നിഷേധികളുടെ നേരെ ഉണ്ടാകൂല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചിന്തിക്കാനുള്ളതായ നല്ലൊരു ആയുഷ്കാലം നൽകിയിരുന്നു. അവർക്ക് ആലോചിക്കാനും അവർക്ക് മാറ്റങ്ങൾ വരുത്താനും ജീവിതശൈലിയെ മാറ്റാനും വിശ്വാസത്തെ നല്ലത് സ്വീകരിക്കാനും സൽപ്രവർത്തനങ്ങളെ കൊണ്ട് റബ്ബിൻ്റെ കാരുണ്യം നേടിയെടുക്കാനും നല്ല അവസരങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു. പക്ഷെ അവർ അതിനെ പാഴാക്കി കളഞ്ഞു. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അല്ലാഹു തആല അവരോട് ചോദിക്കും, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന, ആലോചിക്കേണ്ടവർക്ക് ആലോചിക്കാൻ പറ്റുന്ന, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന നിലയിലുള്ള ഒരു ആയുഷ്കാലം നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടില്ലായിരുന്നു. വജാഅകുമുൻ നദീർ. നിങ്ങളുടെ അരികിലേക്ക് മുന്നറിയിപ്പുകാർ വന്നു, പ്രബോധകർ വന്നു, പ്രവാചകന്മാർ വന്നു, പണ്ഡിതന്മാർ വന്നു. നിങ്ങളുടെ ഈ കുത്തഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തി അള്ളാഹുലേക്ക് മടങ്ങണേ എന്ന് അവർ നിങ്ങളോട് അപേക്ഷിച്ചു. അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് മടങ്ങണേ എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ പ്രബോധനം ചെയ്തു. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ള ഹിദായത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് താഴ്മയോടെ നിങ്ങളെ അവർ ക്ഷണിച്ചു. നിങ്ങളുടെ ഈ കുത്തഴിഞ്ഞ ജീവിതത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അത് കഠോരമാണ്. ദുനിയാവിലും നാളെ ആഖിറത്തിലും നരകീയ ശിക്ഷയായിരിക്കും ഉണ്ടാകുക എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിങ്ങളുടെ അരികിലേക്ക് ദാഇകൾ വന്നില്ലായിരുന്നോ, മുന്നറിയിപ്പുകാർ വന്നില്ലായിരുന്നോ എന്ന് അല്ലാഹു തആല ചോദിക്കും. അവിടുന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂല. വജാഅകുമുൻ നദീർ അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ എന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് ചോദിക്കും. നമുക്കൊന്നും പറയാൻ സാധിക്കൂല. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖദറിൻ്റെ രാവ് നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനങ്ങൾ നേടാനും നരകത്തിൽ നിന്നുള്ളതായ മോചനങ്ങൾ നേടാനും സ്വർഗപ്രവേശനത്തിനു വേണ്ടിയിട്ടാണ്. ഇതിനെ കിട്ടിയവന് ഭാഗ്യം കിട്ടിയവനാണ്. ഖദറിൻ്റെ രാവ് തൻ്റെ ആയുസ്സിൽ കിട്ടാത്തവൻ ഏറ്റവും വലിയ നഷ്ടവാളിയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഫമൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല. ഖദറിൻ്റെ രാവ് ആർക്ക് നഷ്ടപ്പെട്ടോ അവന് എല്ലാ നന്മയും നഷ്ടപ്പെട്ടു. കാരണം ഒരു വർഷത്തിലെ എത്രയോ ദിനരാത്രങ്ങൾ അവൻ അവൻ്റേതായ ഭൗതിക ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചു. പടച്ചോന് വേണ്ടിയിട്ട് ഒരു 10 ദിവസത്തെ നമ്മൾ മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും അതിൽ ഒന്ന് ഖദറിൻ്റെ രാത്രി തന്നെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റമളാൻ്റെ അവസാനത്തെ 10ലാണ് നിങ്ങൾ അതിനെ അന്വേഷിക്കേണ്ടത് എന്ന്.
റമദാൻ്റെ അവസാനത്തെ 10 അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. അതിലാണ് അതുള്ളതെന്ന് പറഞ്ഞു. എന്നിട്ട് മാത്രമല്ല, വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽതമിസൂഹാ ഫി കുല്ലി വിത്ർ, എല്ലാ ഒറ്റയിട്ട രാവുകളിലാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ഒറ്റയിട്ട രാവ് നമ്മൾ പ്രത്യേകം പറയുകയുണ്ടായി. നമ്മൾ ഈ രാവുകൾ മുഴുവനും ഇബാദത്തിൽ സജീവമാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഖദറിൻ്റെ രാത്രി കിട്ടിയാൽ നമ്മൾ വലിയ ഭാഗ്യം കിട്ടിയവരാണ്, വലിയ തൗഫീഖ് കിട്ടിയവരാണ്, വലിയ സൗഭാഗ്യം ലഭിച്ചവരാണ്. അല്ലാഹു തആല നമ്മളെ ഖദറിൻ്റെ രാവ് ലഭിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരെ, അതിൻ്റെ പ്രധാനപ്പെട്ട സുന്നത്ത് എന്താണ്? ഖദറിൻ്റെ രാത്രി നേടിയെടുക്കാൻ നമ്മൾ അള്ളാഹുവിൻ്റെ പള്ളിയിലാണ് കഴിഞ്ഞുകൂടേണ്ടത്. വീട്ടിലല്ല, കടകളിലല്ല, കമ്പോളങ്ങളിലല്ല, ബീച്ചുകളിലല്ല, മാർക്കറ്റുകളിലല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ മസ്ജിദിൽ കഴിഞ്ഞുകൂടുക. അതാണ് സുന്നത്ത്. കാരണം എഴുത്തിക്കാഫ് മസ്ജിദിലാണ് വേണ്ടത്. എഴുത്തിക്കാഫിൻ്റെ പ്രതിഫലം പറഞ്ഞപ്പോഴാണല്ലോ നമ്മൾ പറഞ്ഞത്, അത് നരകത്തിൽ നിന്നും 3 കിടങ്ങുകൾ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുണ്ടാകും എന്ന് പറഞ്ഞാൽ അവൻ എത്രയോ നരകത്തിൽ നിന്ന് വിദൂരമായിരിക്കും എന്ന് പറഞ്ഞു. ആ നരകമോചനം നേടണമെങ്കിൽ, നരകത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടണമെങ്കിൽ, നരകത്തിൽ നിന്നും വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കപ്പെടുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എഴുത്തിക്കാഫിരിക്കലാണ്. അള്ളാഹുവിൻ്റെ പള്ളിയിൽ അവന് വേണ്ടി നമ്മൾ കഴിഞ്ഞുകൂടലാണ്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ കഴിഞ്ഞുകൂടലാണ്. അള്ളാഹുവിൻ്റെ ഭവനം അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. മാർക്കറ്റുകളെക്കാളും ബീച്ചുകളെക്കാളും മറ്റു ഇടങ്ങളെക്കാളും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, ഒരു നാടുകളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് ആ നാട്ടിലെ പള്ളികളാണ്. വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ, ഒരു നാടുകളിൽ അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളത് ആ നാട്ടിലെ മാർക്കറ്റുകളാണ്. കാരണം അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയാൻ കാരണം എന്താ? അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകളുണ്ടാകും, അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്നാൽ നമ്മൾ നിന്ന് നമസ്കരിക്കും, ഖുർആൻ ഓതും, ദിക്ർ ചൊല്ലും. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഉണ്ടാകും. അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം, സമാധാനം, നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം അതിലൂടെ പരിഹരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ടാണ് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നേരെ മസ്ജിദിലേക്ക് പോയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിലേക്ക് കയറി വന്നപ്പോൾ ഒരു സഹാബി മസ്ജിദ് നബവിയുടെ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വീക്ഷിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും നബി മസ്ജിദ് നബവിയിലേക്ക് കയറി വരുമ്പോൾ അദ്ദേഹം അധികവും ഈ പള്ളിയിലുണ്ടാവും. റമദാൻ അല്ലാത്ത മറ്റു ദിവസങ്ങളുടെ അവസ്ഥയാണ്, എപ്പോഴും ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല, കുറച്ചായിട്ട് ഈ പള്ളിയിൽ തന്നെ ഇങ്ങനെ കൂടുതൽ കഴിഞ്ഞു കൂടുന്നതായിട്ട് കാണുന്നല്ലോ, എന്താ പ്രശ്നമെന്ന്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നബിയെ, വല്ലാത്ത കടക്കണിയിൽ ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ റബ്ബിനോട് പരാതിപ്പെടാനും റബ്ബിനോട് ആവശ്യപ്പെടാനൊക്കെ ഞാൻ മസ്ജിദിൽ വന്ന് കഴിഞ്ഞുകൂടുകയാണ്. അവരുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം, മനസ്സിന് സമാധാനം എല്ലാം അവർ കണ്ടത് എവിടെയായിരുന്നു? അള്ളാഹിൻ്റെ പള്ളിയിൽ വന്ന് കഴിഞ്ഞുകൂടുന്നതിനെയായിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പ്രശ്നം കടമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനൊരു ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹ്രി റിജാൽ എന്ന് മഗ്രിബിന് ശേഷവും അതേപോലെ സുബഹിക്ക് ശേഷവും 3 പ്രാവശ്യം പറയാനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം നൽകുന്നതാണ്, നിൻ്റെ കടമെല്ലാം അല്ലാഹു തആല വീട്ടിത്തരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പതിവാക്കിയപ്പോൾ അല്ലാഹു തആല എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുകയുണ്ടായി എന്ന് ആ സഹാബി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത്, അവരുടെ മനസ്സിന് സമാധാനം നേടാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാൻ അവർ ആശ്രയിച്ചിരുന്ന അള്ളാഹുവിൻ്റെ ഭവനങ്ങളെയാണ്. അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ മസ്ജിദു ബൈതു കുല്ലി തഖിയ്യിൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന എല്ലാ വ്യക്തികളുടെയും വീടാണ് പള്ളി എന്നുള്ളത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന എല്ലാ വ്യക്തികളുടെയും വീട് എന്നാണ് പറഞ്ഞത്. ബൈത്തു കുല്ലി തഖിയ്യിൻ, അള്ളാഹിൻ്റെ വീട് എന്നല്ല പറഞ്ഞത്, തഖ്വയുള്ളവരുടെ വീടാണ് മസ്ജിദ് എന്നുള്ളത്. തഖ്വയുള്ളവർക്ക് അവരുടെ തഖ്വയെ വർദ്ധിപ്പിക്കാനും അവർക്ക് അള്ളാഹുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനും അള്ളാഹുമായിട്ട് സംസാരിക്കാനും അള്ളാഹുവിൻ്റെ ദിക്റിലായിട്ട് കഴിഞ്ഞുകൂടാനും അവൻ്റെ കലാമിനെ പാരായണം ചെയ്യാനും ദീർഘനേരം നിന്നുകൊണ്ട് നമസ്കരിക്കാനൊക്കെ
മുഅ്മിനീങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, മുത്തഖീങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളെയാണ്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളെയാണ്. ബഹുമാനപ്പെട്ട ഒരു ഇഅ്തികാഫ് അള്ളാഹുവിൻ്റെ ഭവനത്തിലാണ് ഇരിക്കേണ്ടത്. അതിലാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ശാന്തിയും സമാധാനവും ഇറങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മസ്ജിദുകളെ പതിവാക്കി നോക്കി, തീർച്ചയായിട്ടും നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അല്ലാഹു തആല നൽകും. കാരണം അള്ളാഹുവിൻ്റെ വീടിന് മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള ഇടത്തെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പള്ളിയുമായിട്ട് റമദാനിൻ്റെ ഈ 10 രാവുകൾ മാത്രമല്ല, എല്ലാ സമയത്തും ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമം കൂടിയാണ് ഇഅ്തികാഫ് എന്നുള്ളത്. റമദാനിൻ്റെ അവസാനത്തെ 10 രാത്രി മാത്രം പള്ളിയിൽ വന്ന് ഇഅ്തികാഫ് ഇരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിയായിട്ട് യാതൊരു ബന്ധമല്ല, എപ്പോഴെങ്കിലും ജമാഅത്ത് നമസ്കാരത്തിന് പോകുക എന്നുള്ളതല്ലാതെ അങ്ങനെയല്ല. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ മസ്ജിദുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമം കൂടിയും ഈ ഇഅ്തികാഫിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർശിൻ്റെ തണൽ കിട്ടുന്ന 7 കൂട്ടം ആളുകളെ പരിചയപ്പെടുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. 7 കൂട്ടം ആളുകളുണ്ട്. ഒരു തണലുമില്ലാത്ത ദിവസം അല്ലാഹു തആല അവൻ്റെ പ്രത്യേകമായ അർശിൻ്റെ തണൽ കൊടുത്ത് അനുഗ്രഹിക്കുന്ന 7 കൂട്ടം ആളുകൾ. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഒരു ഭരണാധികാരി. ഷാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്, തൻ്റെ യുവത്വ കാലഘട്ടത്തെ അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു യുവാവ്. തൻ്റെ പ്രായത്തിൻ്റെ പല താല്പര്യങ്ങളുണ്ടായിരുന്നു, പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പല ഫാഷനുകളെയും പിന്തുടരാനുണ്ടായിരുന്നു, പലതിനെയും നേടിയെടുക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എല്ലാം അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ച് യുവത്വത്തെ ദീനിൻ്റെ വളർമ്മക്കും പ്രചാരണത്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ച് അങ്ങനെ വളർന്നിട്ടുള്ളൊരു യുവാവ്, അവൻക്കും നാളെ അർശിൻ്റെ തണലുണ്ടാകും. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദ്. ഒരു മനുഷ്യൻ, അവൻ്റെ ഹൃദയം എപ്പോഴും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. പുറത്തേക്ക് ഇറങ്ങിയാൽ ഓൻ്റെ ആഗ്രഹം എന്താ? പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് വരണം, അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് വരണം. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇന്ന ലില്ലാഹി ഔതാദൻ ഫിൽ മസാജിദ്. അള്ളാഹുവിന് വേണ്ടിയിട്ട് ചില പള്ളിയുടെ ചില കുറ്റികളുണ്ട്, ചില ആണികളുണ്ട്. അവരെപ്പോഴും പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്നവരായിരിക്കും. വലഹും ജുലസാഉം മിനൽ മലായിക, അവരോടൊപ്പം മലായിക്കത്തുകളുടെ സാന്നിധ്യവും ഉണ്ടാകും. എന്നിട്ട് ബഹുമാനപ്പെട്ട സഈദ് റഹിമഹുല്ലാഹ് പറയാണ്, സഈദ് മുസയ്യിബ് റഹിമഹുല്ലാഹ്, ചില സന്ദർഭത്തിൽ ഈ മലായിക്കത്തുകൾ മസ്ജിദിലേക്ക് വരുമ്പോൾ അവരുടെ പള്ളികളുടെ കുറ്റികളായ ആണികളായ ഈ സഹോദരന്മാരെ കാണാതിരിക്കുമ്പോൾ അവർ അന്വേഷിക്കും, അവർ എവിടെ പോയി. അപ്പോൾ അവരവരുടെ ഏതെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പുറത്തു പോയതാണെങ്കിൽ ആനൂഹും, അവരെ സഹായിക്കാൻ ഈ മലക്കുകളും വരും. വഇൻകാനു മർദ അഅദൂഹും, ഇനി അവർ രോഗികളായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവരെ സന്ദർശിക്കാൻ മലായിക്കത്തുകൾ വരും. അവരുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ടും ഈ സഹായികളായിട്ടും ഈ മലായിക്കത്തുകൾ അവരുടെ കൂട്ടത്തിലുണ്ടാകും എന്ന് സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, 40 വർഷക്കാലം മുഅദ്ദിൻ പള്ളിയിൽ വന്ന്, മുക്രി അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന ആൾ പള്ളിയിൽ വന്ന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ പള്ളിയിലുണ്ടാവും എന്ന് പറഞ്ഞാൽ 40 വർഷക്കാലം മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ എൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ബാങ്ക് കൊടുത്തത് എന്ന് സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ അദ്ദേഹം അവിടെ പള്ളിയിൽ വന്ന് കാത്തിരിക്കുകയാണ് നമസ്കാരത്തിന് വേണ്ടി. അള്ളാഹുവിൻ്റെ പള്ളികളിൽ വെറുതെ ഇരിക്കുക എന്നുള്ളത് തന്നെ, നമസ്കാരത്തേക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെ വലിയ പുണ്യമുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഫീമ യഖ്തസിമുൽ മലഉൽ അഅല, ഉന്നതരായ മലായികത്തുകൾ ഏത് വിഷയത്തിലാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിൽ കഫാറാത്ത്, മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന, മനുഷ്യരുടെ പാപങ്ങൾക്കുള്ള പ്രായച്ചിത്തമാകുന്ന കർമ്മങ്ങൾ ഏതാണ് എന്ന വിഷയത്തിലാണ് മനുഷ്യർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്, മലായിക്കത്തുകൾ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പറയുന്നു. അപ്പോൾ അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, വമാ ഹുന്ന, മനുഷ്യരുടെ ദുഷ്കർമ്മങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പാപങ്ങളുടെ പ്രായച്ചിത്തമാകുന്ന കർമ്മങ്ങൾ ഏതൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കർമ്മങ്ങളെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. മഷ്യുൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്, ജമാഅത്ത് നമസ്കാരം കിട്ടാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകൽ.
വൽ ജുലൂസു ഫിൽ മസാജിദി ബഅദ സ്വലവാത്ത്, നമസ്കാരങ്ങൾക്ക് ശേഷം പള്ളിയിൽ തന്നെ ഇരിക്കൽ, നമസ്കാരങ്ങൾക്ക് ശേഷം പള്ളിയിൽ തന്നെ ഇരിക്കൽ. അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകൽ. ഇത് രണ്ടും മനുഷ്യരുടെ പാപങ്ങൾ പൊറുക്കാനുള്ളതായ പ്രായച്ചിത്തമായ പ്രവർത്തനങ്ങളാണ് എന്ന് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ അറിവിനെ വീണ്ടും അള്ളാഹുമായിട്ട് പങ്കുവെക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് മലായിക്കത്തുകൾക്കിടയിൽ ഇതിൽ ഏതിനെയാണ് മുന്തിക്കേണ്ടത് എന്ന വിഷയത്തിലാണ് തർക്കമുള്ളത്. അതിനെക്കുറിച്ചാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അതാണ് ആ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പള്ളിയിൽ ഇരിക്കലാണ് എന്നുള്ളത്. കാരണം മസ്ജിദിൽ ഇരുന്ന് കഴിഞ്ഞാൽ മലായിക്കത്തുകളുടെ ദുആ നമുക്കുണ്ടാകും, അവരുടെ ഇസ്തിഗ്ഫാർ നമുക്കുണ്ടാകും. ബഹുമാനപ്പെട്ട ഇബ്നു ബത്താൽ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഏതൊരു മനുഷ്യൻ അവൻ്റെ പ്രയാസങ്ങളും ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഫല്യഗ്തനിം മുലാസമത മുസല്ലാഹു, അവൻ നമസ്കരിച്ച ഇടം തന്നെ അവൻ ഒരു ചാൻസായി മനസ്സിലാക്കിക്കൊള്ളട്ടെ. എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ സ്ഥലങ്ങളിൽ, പള്ളികളിൽ അവൻ അവിടെ തന്നെ ഇരിക്കുക. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അടുത്ത നമസ്കാരത്തെ വരെ കാത്തു നിൽക്കുക. ജോലി തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ, ഇനി ജോലി തിരക്കുകളുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പെട്ടെന്ന് വന്ന് അടുത്ത നമസ്കാരത്തിന് വേണ്ടി നേരത്തെ മസ്ജിദിൽ വന്ന് കാത്തു നിൽക്കുക. ഇത് അവൻ്റെ പാപങ്ങൾ ഒരു പ്രയാസമില്ലാതെ പുറത്തു തരാൻ കാരണമാകുന്നതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ മസ്ജിദിലേക്ക് നേരത്തെ വന്ന് അവിടെ സ്ഥലം പിടിച്ച് നമസ്കാരത്തെ പ്രതീക്ഷിച്ച് കഴിഞ്ഞുകൂടുന്നവർ ഫഇന്നൽ മലായികത തുസല്ലി അലൈഹി, മലക്കൾ അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്ന് പറഞ്ഞാൽ മലായികത്തിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, മലായികത്തിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭവനത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ 10 രാവുകൾ അല്ലെങ്കിൽ 10 ദിവസങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ഇരിക്കുന്നതോടെ അള്ളാഹുവിൻ്റെ പള്ളിയുമായിട്ടുള്ള ആ ഒരു അഭേദ്യമായ ബന്ധമുണ്ടാക്കണം എന്നുള്ള ദൃഢനിശ്ചയം കൂടിയും വേണം. ഖദറിൻ്റെ രാത്രിയെ നേടിയെടുക്കണം എന്നുള്ള വലിയ പ്രതീക്ഷ വേണം. അള്ളാഹുവിൻ്റെ പള്ളിയുമായിട്ടുള്ളൊരു ബന്ധം കൂടിയും വേണം, അള്ളാഹുവിൻ്റെ മസ്ജിദുമായിട്ടുള്ളൊരു ബന്ധം. അത് നമ്മൾ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന വലിയൊരു അള്ളാഹുവിനാൽ ആദരിക്കപ്പെട്ടുള്ള സ്ഥലമാണ്. അതിനോടുള്ളൊരു മഹബ്ബത്ത്, അതിനോടുള്ളൊരു താല്പര്യം, അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു പരിശ്രമം കൂടിയാണിത്. പിന്നെ മസ്ജിദിൽ നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ, ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ മസ്ജിദുകളോട് കാണിക്കേണ്ടതായ മര്യാദകളുണ്ട്. അത് നമ്മൾ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്രമിക്കുമ്പോൾ എന്തെങ്കിലും വിരിപ്പ് വിരിച്ചിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതും, അതേപോലെ തന്നെ മസ്ജിദിൽ വന്നാൽ ഇന്നത്തെ പോലെ കോലാഹലങ്ങൾ ഉണ്ടാകാതെ, ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ ഭൗതികമായ സംസാരങ്ങൾ ഏർപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഓപ്പൺ ആക്കിക്കൊണ്ട് വേറെന്തെങ്കിലും കണ്ട് നമ്മളുടെ ലക്ഷ്യങ്ങൾ മാറുന്ന, ചിന്തകൾ മാറുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മളെ ഇഅ്തികാഫിലെന്ന് മാത്രമല്ല മസ്ജിദുകൾ വരുമ്പോൾ എല്ലാ സന്ദർഭത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇഅ്തികാഫിൽ പ്രത്യേകിച്ച്, കാരണം ഖദറിൻ്റെ രാത്രി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ഏർപ്പെടുകയാണെങ്കിലോ നമ്മളുടെ ഇഅ്തികാഫിൻ്റെ ചൈതന്യം, അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മസ്ജിദ് നബവിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ 2 വ്യക്തികൾ ബേക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു അവരെ അടുത്തോട്ട് വിളിച്ചു. നിങ്ങൾ എവിടെ നിന്നുള്ളവരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഞങ്ങൾ ഇറാഖിൽ നിന്നുള്ളവരാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങളെങ്ങാനും മദീനക്കാരായിരുന്നുവെങ്കിൽ ലഅൗജഅതുകുമ, നിങ്ങളെ നല്ല ഞാൻ വേദനിപ്പിച്ചേനെ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവർ ഇറാഖിൽ നിന്നുള്ളവരാണ്, കുറച്ച് ദൂരെയുള്ളവരാണ്. ദീനിൻ്റെ നിയമങ്ങളോ മസ്ജിദിൻ്റെ മര്യാദകളോ അതിനോടുള്ള ആദരവുകളോ അതിനോടുള്ള ബഹുമാനങ്ങളോ അവർക്ക് ചിലപ്പോൾ അറിയണം എന്നില്ല. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പം സഹവസിച്ചവർ, സഹാബാക്കളോടൊപ്പം സഹവസിച്ചവർ മസ്ജിദിനോടുള്ളതായ ബഹുമാനവും ആദരവും മനസ്സിലാക്കിയവരായിരിക്കും. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ളതായ അശ്രദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ ശക്തമായ വേദനിപ്പിക്കൽ, ഞാൻ വേദനിപ്പിച്ചതിന്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പരിചയം ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങളെ വെറുതെ വിടാണ് എന്നാണ് ഉമർ അള്ളാഹു പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നിട്ട് അവർക്ക് താക്കീത് കൊടുക്കുന്നുണ്ട്, മസ്ജിദുകൾ ഇതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഫഇന്നൽ മസാജിദ ലം തുബ്ന ലിഹാദാ, പള്ളി ഒരിക്കലും നമ്മളുടെ ഭൗതികമായ ചർച്ചകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ മൊബൈലുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ മൊബൈലിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എല്ലാം കാണാൻ വേണ്ടിയിട്ടോ ഒന്നുള്ളതല്ല. പള്ളി ഇബാദത്തിനുള്ളതാണ്, നമസ്കാരത്തിനുള്ളതാണ്, ദിക്റിനുള്ളതാണ്, തിലാവത്തിനുള്ളതാണ്.
അതല്ലാത്ത നമ്മൾ ഭൗതികമായ എന്തെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ ആവശ്യങ്ങൾക്ക് അത്രത്തോളം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പുറത്തേക്ക് പോയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്നൊരു മസ്ജിദിലേക്ക് കയറിയിട്ട് വീണ്ടും ഇത്തിക്കാഫിന് നിയത്ത് ചെയ്ത് കയറിയാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കബൂലാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അവസരമാണ്. നമ്മുടെ ആയുസ്സിൽ ഒരു റമദാനും കൂടി നൽകി. പ്രത്യേകിച്ച് റമദാനിൻ്റെ അവസാനത്തെ രാവുകളിലേക്ക് ആരോഗ്യത്തോടെ പ്രവേശിക്കാൻ അള്ളാഹു തആല നമുക്ക് സൗഭാഗ്യം നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 10 രാവുകളെ സജീവമാക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ രാവുകളിൽ ഖദറിൻ്റെ രാത്രിയെ നേടിയെടുക്കുന്ന വിശ്വാസികളിൽ, ഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളുടെ രക്ഷയ്ക്ക് കാരണമാകുന്ന എല്ലാ സൽപ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ അല്ലാഹു തആല ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. യാ അല്ലാഹ്, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റക്കും കൂട്ടമായും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കി തരണേ അല്ലാഹ്. ശിഷ്ടകാല ജീവിതം നീ ആഗ്രഹിക്കുന്ന, നീ പൊരുത്തപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന നിലയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ പടച്ചോനെ. യാ അല്ലാഹ്, ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹുവേ. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ ഞങ്ങൾ നിന്നിലുള്ള വലിയ പ്രതീക്ഷയിൽ പല സൽക്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് പടച്ചോനെ. തീർച്ചയായിട്ടും അതിൽ ന്യൂനതകളുണ്ടാവാം, കുറവുകളുണ്ടാവാം. ഞങ്ങൾ ബലഹീനരാണ് അല്ലാഹ്. നീ എല്ലാം ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെല്ലാ സൽക്കർമ്മങ്ങളെയും നീ കബൂലാക്കണേ പടച്ചോനെ. ഞങ്ങൾ വലിയ പ്രതീക്ഷ ചെയ്തതാണ് അല്ലാഹുവേ. നിൻ്റെ മഗ്ഫിറത്ത് പ്രതീക്ഷ കൊണ്ട് ചെയ്തതാണ് അല്ലാഹുവേ. യാ അല്ലാഹ്, നിൻ്റെ കാരുണ്യം ആഗ്രഹിച്ചു കൊണ്ട് ചെയ്തതാണ് അല്ലാഹുവേ. നിൻ്റെ വിട്ടുവീഴ്ചകൾ പ്രതീക്ഷ കൊണ്ട് ചെയ്തതാണ് പടച്ചോനെ. നീ ഞങ്ങളുടെ എല്ലാ അമലുകളും നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നിൻ്റെ നരകത്തിൽ നിന്ന് നീ കാക്കണേ പടച്ചോനെ. നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗപ്രവേശനം നൽകണേ പടച്ചോനെ. സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിശ്വാസങ്ങളും സൽക്കർമ്മങ്ങളും സൽസ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ വിദൂരമാക്കണേ പടച്ചോനെ. നരകത്തിൽ നിന്നും അകലാൻ കാരണമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന വിശ്വാസങ്ങളിൽ നിന്നും ചിന്താഗതികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും യാ അല്ലാഹ് നീ ഞങ്ങളെ അകറ്റണേ പടച്ചോനെ. യാ അല്ലാഹ്, ഞങ്ങളെല്ലാവരെയും നിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളിൽ നിന്നും പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് പടച്ചോനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, യാ അല്ലാഹ് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ കബറിടങ്ങളൊക്കെ നീ വിശാലമാക്കണേ അല്ലാഹ്. അവർ ചെയ്ത നന്മകളൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, അവരുടെ ഖബറിൽ സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നീ തുറന്നിട്ട് കൊടുക്കണേ പടച്ചോനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, അവർ ഞങ്ങൾക്ക് വേണ്ടി ധാരാളം ത്യാഗം ചെയ്തവരാണ് പടച്ചോനെ. ഞങ്ങളുടെ നന്മ ആഗ്രഹിച്ചവരാണ് അല്ലാഹുവേ. ഞങ്ങളുടെ വിജയം ആഗ്രഹിച്ചവരാണ് അല്ലാഹുവേ. യാ അല്ലാഹ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജീവിത സഞ്ചാരത്തിൽ എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഔദാര്യം കൊണ്ട് അവർക്ക് നീ മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. അവർ ചെയ്ത നന്മകൾക്കൊക്കെ വലിയ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അവർ ചെയ്ത നന്മകൾക്കൊക്കെ വലിയ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അവർ വന്നുപോയ വീഴ്ചകളൊക്കെ നീ മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് നീ ആഫിയത്തിന് കൊടുക്കണേ അല്ലാഹ്. സിഹത്തും സലാമത്തും കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ദീനിൽ ഇസ്തിഖാമത്തിനെ അവർക്കും ഞങ്ങൾക്കൊക്കെ നൽകണേ പടച്ചോനെ. അല്ലാഹുവേ, നീ അനുഗ്രഹമായി നൽകിയ ഈ ദീനിൻ്റെ മഹത്വം നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണേ അല്ലാഹ്. ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. വാക്കുകളെ കൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ വിശ്വാസങ്ങളെ കൊണ്ടോ ചിന്താഗതികളെ കൊണ്ടോ നിൻ്റെ ദീനിനെതിരെ ഒന്നും പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോകരുതേ പടച്ചോനെ. ഞങ്ങളെ മക്കളൊക്കെ നീ കാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, നിൻ്റെ ദീനിൻ്റെ പ്രബോധകരും പ്രചാരകരും സേവകരും ആക്കണേ പടച്ചോനെ. യാ അല്ലാഹ്, ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഫിത്തിന നാനാഭാഗത്തു നിന്നും വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളൊക്കെ കാക്കണേ പടച്ചോനെ. എല്ലാ ഫിത്തിനയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. എല്ലാ ബല മുസീബത്ത് നിന്ന് കാക്കണേ പടച്ചോനെ. യാ അല്ലാഹ്, നിൻ്റെ ദീനിനെതിരെ, നിനക്കെതിരെ, നിൻ്റെ റസൂലിനെതിരെ പറയുന്നവരായി ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ പരമ്പരകളെയോ ആരെയും ആക്കി തീർക്കരുത് പടച്ചോനെ. അവർക്കൊക്കെ ദീനിയായ ബോധം കൊടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളൊക്കെ നാളെ ആഖിറത്തിൽ ഞങ്ങൾക്കെതിരെ സാക്ഷികളാകുന്ന അവസ്ഥയിലാക്കരുതേ പടച്ചോനെ. അതിനു മുമ്പ് അവർക്ക് ദീനിയായ ചിന്താഗതികൾ തർബിയത്തും കൊടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാഹ്. യാ അല്ലാഹ്, മരണമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണേ അല്ലാഹ്.
അതിനപ്പുറം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ് യഥാർത്ഥ രക്ഷയും ശിക്ഷയുള്ളതും ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നെ പടച്ചോനെ. രക്ഷക്കുള്ളതായ പരിശ്രമം നടത്താൻ തൗഫീഖ് താ അല്ലാ. മരണത്തിന് ശേഷമുള്ള ശിക്ഷയുടെ യാ അല്ലാ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൽ നിന്നും അകലാനുള്ളതായ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ പടച്ചോനെ. യാ അല്ലാ ഞങ്ങളെല്ലാവരും നരകത്ത് നിന്ന് കാക്കണേ അല്ലാഹുവേ. നരകത്ത് നിന്ന് മോചനം ഞങ്ങൾക്ക് നൽകണേ പടച്ചോനെ. നിൻ്റെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ ഓരോ രാവിലും 10 ലക്ഷം നരകവുമായിട്ട് ബന്ധപ്പെട്ടവരെ നീ മോചിപ്പിക്കുന്നുണ്ടല്ലോ അല്ലാഹുവേ. അതിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അതിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ പടച്ചോനെ. യാ അല്ലാ സ്വർഗം ചോദിക്കാൻ മാത്രമുള്ള വിശ്വാസമോ അമലൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ നരകത്തിൻ്റെ ശിക്ഷ ഞങ്ങൾക്ക് താങ്ങാനും സാധിക്കുമല്ലോ അല്ലാഹുവേ. ഞങ്ങൾ ബലഹീനരാണ് അല്ലാ. ഞങ്ങൾ വിശ്വാസം കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും ശാരീരികമായും മാനസികമായും എല്ലാ നിലയിലും ബലഹീനരാണ് പടച്ചോനെ. ഞങ്ങളുടെ ബലഹീനത നിനക്കറിയാമല്ലോ അല്ലാഹുവേ. നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണേ അല്ലാ. നിൻ്റെ വിട്ടുവീഴ്ച ഞങ്ങൾ ചോദിക്കുന്നു പടച്ചോനെ. പ്രത്യേകിച്ച് ഖദറിൻ്റെ രാത്രിയാകുമ്പോൾ ഞങ്ങൾ എന്താണ് ചെല്ലേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവൻ, നീ ഞങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്തു തരണേ പടച്ചോനെ. നിൻ്റെ റസൂലിനോടും നീ കൽപ്പിച്ചത് ഖുദിൽ അഫ്വ, നീ വിട്ടുവീഴ്ച സ്വീകരിക്കണേ എന്നതാണല്ലോ അല്ലാഹുവേ. യാ അല്ലാ നീ കൽപ്പിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നിൻ്റെ അടിമകളോട് നീ കാണിക്കല്ലോ അല്ലാഹുവേ. യാ അല്ലാ ഞങ്ങൾക്കെല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്ത് തന്നെ പടച്ചോനെ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ, ഞങ്ങളുടെ കുരുത്തക്കേടുകളുടെ പേരിൽ, ഞങ്ങളുടെ പാപങ്ങളുടെ പേരിൽ നീ ഞങ്ങളെ പിടികൂടല്ല അല്ലാഹുവേ. പിടികൂടിയാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും പടച്ചോനെ. യാ അല്ലാ ഞങ്ങളുടെ ഹിസാബ് എളുപ്പാക്കി തന്നെ അല്ലാ. നീ എങ്ങാനും ഞങ്ങളോട് കണക്ക് ചോദ്യം ചോദിക്കാൻ നിന്നാൽ ഞങ്ങൾക്ക് പറയാനൊന്നും ഉണ്ടാവില്ല അല്ലാഹുവേ. നീ ഞങ്ങൾക്ക് എളുപ്പാക്കി തന്നെ പടച്ചോനെ. സിറാത്ത് അതിവേഗം വിട്ട് കിടക്കാൻ തൗഫീഖ് താ അല്ലാ. യാ അല്ലാ ലോക മുസ്ലിം ഉമ്മത്തിനെ നീ സഹായിക്കണേ അല്ലാ, സംരക്ഷിക്കണേ അല്ലാ. മുസ്ലിം രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ശാന്തിയും സമാധാനവും നൽകണേ അല്ലാ, നിർഭയത്വം നൽകണേ അല്ലാ. നിൻ്റെ ശത്രുക്കളെ, ദീനിൻ്റെ ശത്രുക്കളെ യാ അല്ലാ നീ അവരെ ഒന്നെങ്കിൽ ഹിദായത്തിലേക്ക് നയിക്കണേ അല്ലാ, അല്ലെങ്കിൽ അവരുടെ ഷർറിൽ നിന്ന് അവരുടെ കൈക്ക് നീ തന്നെ പിടിക്കണേ പടച്ചോനെ. യാ അല്ലാ ഞങ്ങളുടെ രാജ്യത്തുള്ള മസ്ജിദുകൾ, മദ്രസകൾ, ദീനിൻ്റെ എല്ലാ കേന്ദ്രങ്ങളും കൂട്ടായ്മകളും പരിശ്രമങ്ങളും അതിനൊക്കെ നീ കബൂലാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണേ അല്ലാഹുവേ. അതിനെതിരെ ആരെല്ലാം ഏതെല്ലാം രീതിയിൽ കുതന്ത്രങ്ങൾ മെനയുന്നുണ്ടോ അതിനെ നീ തന്നെ നിഷ്ഫലമാക്കി കളയണേ പടച്ചോനെ. നിൻ്റെ മസ്ജിദുകൾ മദ്രസകളൊക്കെ നീ സംരക്ഷിക്കണേ അല്ലാഹുവേ. യാ അല്ലാ മുസ്ലിം ഉമ്മത്തിനെ നീ സഹായിക്കണേ അല്ലാ, സംരക്ഷിക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, കടങ്ങളെ വീട്ടണേ അല്ലാ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരുണ്ട് പടച്ചോനെ, അവർക്കൊക്കെ ആജിലായ ശമനം കൊടുക്കണേ അല്ലാ. പലരും ഞങ്ങളെ കാണുമ്പോൾ യാ അല്ലാ അവരുടെ രോഗത്തിൻ്റെ പേരുള്ളതായ പ്രയാസത്തിൻ്റെ പേരിൽ ദുആ കൊണ്ട് വസിയത്തുകൾ ചെയ്യാറുണ്ട് അല്ലാഹുവേ. യാ അല്ലാ അവരുടെയൊക്കെ പ്രയാസം നിനക്കറിയാമല്ലോ അല്ലാഹുവേ. യാ അല്ലാ അവർക്ക് ക്ഷമിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. യാ അല്ലാ അവർക്ക് ക്ഷമിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. അവരുടെ ഈ പ്രയാസങ്ങൾക്ക് നല്ലത് പകരം ദുനിയാവിലും നല്ല ആഖിറത്തിലും അവർക്ക് കൊടുക്കണേ അല്ലാ. അവർക്ക് ആജിലായ ശമനങ്ങൾ കൊടുക്കണേ അല്ലാഹ. യാ അല്ലാ പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങളെ കാക്കണേ പടച്ചോനെ. ഞങ്ങൾക്ക് തൗബ ചെയ്യാനുള്ളതായ തൗഫീഖ് താ അല്ലാ. ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ പടച്ചോനെ. നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം ഒരു പാപങ്ങളും ഇല്ലാത്ത അവസ്ഥയിൽ യാ അല്ലാ നിന്നിലേക്ക് അണയാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാ. നിൻ്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യത്തിൽ നല്ല നിലയിൽ വരവേറ്റുകൊണ്ട് നിന്നിലേക്ക് വന്നു ചേരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ പടച്ചോനെ. അതിനു മുമ്പ് എല്ലാ തയ്യാറെടുപ്പുകളും നടത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാ. യാ അല്ലാ ഞങ്ങളുടെ സമ്പാദ്യമാർഗം നീ ഹലാലാക്കി തരണേ അല്ലാ, ബർക്കത്തുള്ളതാക്കി തരണേ പടച്ചോനെ. യാ അല്ലാ ആരെയും ആശ്രയിക്കാതെ നിന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാ. യാ അല്ലാ നിന്നിലേക്ക് മാത്രം അവലംബമാകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ പടച്ചോനെ. മറ്റു വസ്തുക്കളിലേക്കോ വ്യക്തികളിലേക്കോ ശക്തികളിലേക്കോ ഞങ്ങളെ നീ തിരിക്കരുതേ അല്ലാഹുവേ. യാ അല്ലാ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ, എതിരാക്കരുതേ പടച്ചോനെ. യാ അല്ലാ എങ്ങാനും റമദാൻ കഴിഞ്ഞു കടന്നിട്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഞങ്ങൾ വലിയ പരാജിതരാകുമല്ലോ അല്ലാഹുവേ. കാരണം മലക്ക് ജിബ്രീലാണ് ദുആ ചെയ്തത്, നിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് ആമീൻ പറഞ്ഞിട്ടുള്ള പടച്ചോനെ. തീർച്ചയായിട്ടും ആ ദുആക്ക് സ്വീകാര്യതയുണ്ടാവും ഞങ്ങൾക്ക് വ്യക്തമാണ് അല്ലാഹുവേ. യാത് ഈ റമദാൻ കഴിഞ്ഞ് കിടക്കുന്നതോടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട അവസ്ഥയിൽ
യാ അല്ലാ ഈ റമദാൻ ഞങ്ങളോട് വിട പറയുന്ന അവസ്ഥയാക്കണേ പടച്ചോനെ. യാ അല്ലാ ഈ റമദാനിൽ ഞങ്ങൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ സ്വീകരിക്കണേ അല്ലാഹുവേ. മുൻകഴിഞ്ഞ റമദാനുകളിലും ഞങ്ങളുടെ ആയുഷ് കാലഘട്ടത്തിലും ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആക്കൾ അമലുകളൊക്കെ നീ കബൂലാക്കണേ അല്ലാ. യാ അല്ലാ ഞങ്ങളുടെ ദുആക്കളും അമലുകളൊക്കെ നീ കബൂലാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.